സ്വന്തമായി കസേരയുള്ള മാൻ. ഉത്തരം ചെയർമാൻ. ആരും യാത്ര ചെയ്യാത്ത ബസ്. ഉത്തരം സിലബസ്. മൂന്നാമത്തെ ചോദ്യം, ആരും കൂട്ടാത്ത കറി. ഉത്തരം ബേക്കറി. നാലാമത്തെ ചോദ്യം, സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. ഉത്തരം ട്രാൻസാക്ഷൻ. അഞ്ചാമത്തെ ചോദ്യം, കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. ഉത്തരം വിപണി. ആറാമത്തെ ചോദ്യം, എല്ലാവരും ബഹുമാനിക്കുന്ന തല. ഉത്തരം ചുമതല. ഏഴാമത്തെ ചോദ്യം, ഒരിക്കലും കായ്ക്കാത്ത മരം. ഉത്തരം സമരം. എട്ടാമത്തെ ചോദ്യം, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ. ഉത്തരം മോഡറേഷൻ. ഒമ്പതാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്പെയിൻ. പത്താമത്തെ ചോദ്യം, സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? ഉത്തരം ഗ. 11ാമത്തെ ചോദ്യം, തോളിൽ സഞ്ചിയുള്ള ജീവി ഏത്? ഉത്തരം കണ്ടക്ടർ. 12ാമത്തെ ചോദ്യം, ഏറ്റവും സംശയമുള്ള മാസം. ഉത്തരം ഫെബ്രുവരി. ആദ്യ തുരങ്കമുണ്ടാക്കിയതാര്? ഉത്തരം പെരുച്ചാഴി. വഴുവഴുപ്പുള്ള രാജ്യം. ഉത്തരം ഗ്രീസ്. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തയ്യൽക്കാരൻ. 28 ദിവസങ്ങളുള്ള മാസം ഏതാണ്? ഉത്തരം എല്ലാ മാസവും. ഏറ്റവും ചെറിയ ഡ്രൈവർ ആര്? ഉത്തരം സ്ക്രൂ ഡ്രൈവർ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ലെറ്റർ ഏത്? ഉത്തരം ക്യൂ. ആരും ഇഷ്ടപ്പെടാത്ത പ്രായം. ഉത്തരം അഭിപ്രായം. ആയിരത്തി 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുവാനുള്ള കാരണം എന്താണ്? ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇട്ടിട്ടുള്ളത്. പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം, അന്ന് ബ്രിട്ടനിൽ പിൻ ഉണ്ടാക്കി തുടങ്ങിയിരുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്താണ്? ഉത്തരം NAKTQ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം ഏതാണ്? എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം ഏതാണ്? ഉത്തരം ബി ആണ്. കാരണം എക്കും സിക്കും ഇടയിലാണ് ബി. ഇപ്പോൾ AC എന്നുള്ളൊരു ഇതിലാണ് ഈ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇടം കയ്യനായ ഒരാൾ ഗ്ലാസ്സിൽ പഞ്ചസാരയിട്ട് ഇളക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടം കയ്യനായ ഒരാൾ ഗ്ലാസ്സിൽ പഞ്ചസാരയിട്ട് ഇളക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം സ്പൂണ് കൊണ്ട്. അടുത്ത ചോദ്യം,
ഒരു മാവിൽ 5 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു. തിരികെ വരുമ്പോൾ ഒന്നുകൂടി വീണു. പിന്നെ എത്ര പഴുത്ത മാങ്ങകൾ ആ മാവിൽ അവശേഷിക്കുന്നു? ഇതാണ് ചോദ്യം. ആലോചിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഉത്തരം 5, കാരണം വീണത് ഞാനാണ്. അടുത്ത ചോദ്യം. മിന്നലും KSEB വൈദ്യുതിയും വെളിച്ചം തരുന്നു, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണത്? ഇപ്പോൾ മിന്നലും KSEBയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഉത്തരം: മിന്നലിന് ബില്ലടയ്ക്കേണ്ട, KSEB വൈദ്യുതിക്ക് ബില്ലടയ്ക്കണം. അപ്പോൾ ഇതാണ് ഉത്തരം.